educated, but I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before the new. Is this really happening? I can't be too sure, but one day I'll be. ഹായ് മൈ ക്യൂൻസ്, നമ്മളിന്ന് എനിക്ക് കക്കട്ടിലെ കേമാള് കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മളെ സ്വകാര്യ അഹങ്കാരമായ കക്കട്ടുകാരൻ, നാദാവരത്തുകാരൻ, അങ്ങനെ നമ്മളെ നാട്ടിൽ നല്ല മാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് നെക്സ്റ്റ് ആണ്. നെക്സ്റ്റിൽ ഞാൻ അധികവും ഷോപ്പിങ്ങിന് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ മാസമായിട്ടോ വന്നിട്ട് നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടാകും. നല്ല ആഡൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ആഡൊക്കെ നോക്കിയിട്ട് പോകാറുണ്ടായിരുന്നു. നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓണം ഓഫേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു ഓഫർ നടന്നുകൊടുക്കുന്ന ടൈം കേട്ടോ. പിന്നെ കുട്ടീൻ്റെ ഡയപ്പർ എടുക്കണമായിരുന്നു, പിന്നെ എനിക്ക് ചെറിയ സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഈ പ്രാവശ്യം പോയത്. അത് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം നേരിട്ട് അങ്ങോട്ട് പോയതാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ നൈറ്റ് വരുന്ന കേട്ടോ. അപ്പം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. പിന്നെ തേർഡ് ഫ്ലോറിലാട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് തേർഡ് ഫ്ലോറാണിത്. നല്ല ഫുഡ് കോർട്ട് ഉണ്ട്, കൂടാതെ കുട്ടികളുടെ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത്. ഫുഡ് കോർട്ട് ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ല. മൗസി ഉണ്ട്, KFC, ചിക്കീസോ അങ്ങനെയൊക്കെ ഉണ്ട്. പിസ്സ ഷോപ്പുണ്ട്, ടീ ഷോപ്പ് വരുന്നുണ്ട്, പോപ്കോണിൻ്റെ വരുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടോ ഫുഡ് കോർട്ടിൽ പോയിരിക്കെ വേറൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മളെ ചെറുതാണെന്ന് പെട്ടെന്നൊന്നും കണ്ടാൽ നമുക്ക് അങ്ങനെ ഒരു ഫീലാവില്ല. വലിയ വലിയ മാളിലൊക്കെ പോകുന്നവർക്ക് ഇതത്ര സെറ്റപ്പും കാര്യങ്ങളായിരിക്കില്ല. പക്ഷേങ്കിൽ നമുക്ക് നമ്മളെ നാട്ടിലൊരു മാളിൽ നിന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ. നല്ല രാത്രി ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഈ മാളിലൊക്കെ പോകുന്നതാണെങ്കിൽ, ഫുഡ് കോർട്ടൊക്കെ പോകുന്നതാണെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ പോയിരുന്നാൽ നല്ല വൈബാട്ടോ. പിന്നെ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഒരു അവിൽ മിൽക്ക് അടുത്ത ബെസ്റ്റ് സെല്ലർ എന്നതിൻ്റെ ഒരു ഫ്രൂട്ട്സൊക്കെ അടങ്ങിയിട്ടുള്ള ഇതാട്ടോ ഓർഡർ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കാം. എല്ലാ ഫ്രൂട്ട്സും മിക്സഡ് ആയതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് കഴിക്കാൻ പറ്റാത്ത ഫ്രൂട്ട്സൊക്കെ ഇല്ല. ഇവിടെ പപ്പായൊക്കെ ഉള്ളതുകൊണ്ട് വേറെ എന്താ അതിൻ്റെ ആയിട്ട് കൗണ്ടറിലുള്ളവർ മോളെ പപ്പായ ഉണ്ട് അതിൽ. ഞാൻ കുഴപ്പമില്ല അമ്മയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാനും ഏട്ടനും കൂടി 2 ബർഗർ ഓർഡർ ചെയ്തു. അതായത് രണ്ട് ചിക്കൻ ബർഗറാണ് വരുന്നത്. പക്ഷേ സൈസിലും ഇത് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, പ്രൈസിലൊക്കെ. പിന്നെ കൂടുതലായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു കോംബോ ഒന്നും ഞാൻ കണ്ടില്ല. ചിലപ്പോൾ പിന്നീട് ഇപ്പം മാറി മാറി വരുമായിരിക്കും കോംബോസും കാര്യങ്ങളൊക്കെ. പക്ഷെ ബർഗർ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് സാധാരണത്തൊക്കെ വരികയാണെങ്കിൽ എന്തായാലും കക്കട്ടിൽ കേമാൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. വലിയ ഇതൊന്നുമല്ലെങ്കിൽ നല്ല ഇതിൻ്റെ 4th ഫ്ലോറിൽ നമുക്ക് നല്ലോണം പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല കാറ്റൊക്കെ കൊണ്ട് സൂപ്പറായിട്ടിരിക്കുക. കുറച്ച് സമയമൊക്കെ ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനും കഥ പറയാനൊക്കെ അടിപൊളിയാണ്. എന്തായാലും കക്കട്ടിൽ വരുവാണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.